തിരുവനന്തപുരത്ത് കൊല്ലപ്പെട്ട 4 പേരുടെ കബറടക്കം താഴെപ്പാങ്ങോട് ജുമാ മസ്ജിദിൽ നടക്കും. സമീപത്തെ മദ്രസയിൽ പൊതുദർശനത്തിന് വെച്ച ശേഷമാകും സംസ്കാരം നടക്കുക. കൊല്ലപ്പെട്ട ഫർസാനയുടെ മൃതദേഹം ചിറയിൻകീഴ് കാട്ടുമ്പ്രാക്കൽ ജുമാ മസ്ജിദിൽ അല്പം മുമ്പ് കബറടക്കി. വിവരങ്ങളുമായി പ്രശാന്ത് കൃഷ്ണയും ജിബിൻ ജെബിയും ചേരുന്നുണ്ട്. അത് പ്രശാന്തിലേക്കാണ്. പ്രശാന്ത്, ഇവരുടെ കുടുംബം അത് പാങ്ങോടാണ്. അവിടെയാണ് ഏറ്റവും പ്രായമായ സ്ത്രീയെ വധിച്ചത്. 4 പേരുടെയും കബറടക്കം താഴെപ്പാങ്ങോട് ജുമാ മസ്ജിദിൽ എപ്പോഴായിരിക്കും? കേൾക്കാമോ? പാങ്ങോട് മസ്ജിദിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അവിടേക്ക് മൃതദേഹങ്ങൾ എത്തിക്കുകയാണ്. ആ നടുക്കം ഇപ്പോഴും മാറിയിട്ടില്ല. പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട് അവിടെ നിന്ന്. പ്രശാന്ത്, നിരവധി ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിക്രൂരമായ 4 കൊലപാതകങ്ങൾ, ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള കൊലപാതകങ്ങൾ. 5 പേരുടെ ജീവനെടുത്തത്. ഫർസാനയുടെ കബറടക്കം കഴിഞ്ഞു. ഇനിയിപ്പോൾ 4 പേരുടെ കബറടക്കം കൂടിയാണ് നടക്കാനുള്ളത്. അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്? മുസ്ലിം ജമാഅത്ത് പള്ളിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. മൃതദേഹം ആദ്യം ഈ മയ്യത്ത് നമസ്കാരത്തിന് മുൻപായി ഈ നാട്ടുകാർക്ക് ഒരു നോക്ക് കണ്ട് ബന്ധുക്കൾക്കും നാട്ടുകാർക്കും കാണുന്നതിനും ഇവിടെ ഈ പള്ളിക്ക് നേരെ എതിർവശത്തുള്ള മദ്രസ ഹാളിലേക്കാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ കൊല്ലപ്പെട്ട അഫ്സാൻ്റെ സഹോദരൻ 11 വയസ്സുള്ള അഫ്സാൻ എൻ്റെ മൃതദേഹം ഇപ്പോൾ അവിടെ നിന്ന് പൊതുദർശനത്തിന് ശേഷം തിരിച്ചിട്ടേ ഉള്ളൂ. 3 പേരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അത് ഒന്ന് സൽമാ ബീവി, അതുപോലെ തന്നെ സൽമാ ബീവിയുടെ മകൻ ലത്തീഫിൻ്റെ ഭാര്യ ഷാഹിദ. ഇവരുടെ 3 പേരുടെയും ഈ ലത്തീഫിൻ്റെയും ഷാഹിദയുടെയും അവിടെ വീട്ടിൽ പൊതുദർശനം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. പക്ഷേ ഈ പള്ളിക്ക് അരികിൽ തന്നെയാണ് ഈ സൽമാ ബീവിയുടെ കുടുംബ വീട്. പക്ഷേ അവിടെ വീട്ടിലല്ല പൊതുദർശനം വച്ചിരിക്കുന്നത്, മദ്രസ ഹാളിലാണ്. ഈ മദ്രസ ഹാളിൽ അരമണിക്കൂറോളം സമയം പൊതുദർശനം ഉണ്ടാകും. കാരണം ഈ നാടിനെ നടുക്കിയ ഈ കൊലപാതകം, ഈ കൊലപാതകത്തിന് ഇരയായത് ഈ നാട്ടിൽ തന്നെ അറിയപ്പെടുന്ന കുടുംബമാണ്. ഈ ഉമ്മ, പ്രായം ചെന്ന ഉമ്മ, ഈ നാട്ടിലുള്ളവർക്കെല്ലാം വളരെ സ്നേഹമുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കെല്ലാവർക്കും വലിയ കാര്യമുള്ള കുടുംബത്തിലാണ് ഈ ദുരന്തമുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർ ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ ഈ പള്ളി അങ്കണത്തിൽ എത്തിയിട്ടുണ്ട്. അവർക്ക് അവസാനം വരുന്നവർക്ക് കാണുന്നതിന് വേണ്ടി ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് ഒപ്പം തന്നെ സ്ത്രീകളടക്കമുള്ള അവർ നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു. അവർ ഏറ്റവും എല്ലാവരും വളരെ ദുഃഖത്തോടെ വളരെ നോവായി കാത്തിരിക്കുന്നത് കുഞ്ഞു മകൻ്റെയാണ്, അഫ്സാൻ്റെയാണ്. അഫ്സാൻ 13 വയസ്സുകാരനാണ്. അഫ്സാൻ്റെ ചേട്ടൻ തന്നെയാണ് ഈ ക്രൂരമായ കൊലപാതകത്തിന് ഇരയാക്കിയത്. നാടിനെ നടക്കുന്ന ഒരു ദുരന്തം. അപ്പോൾ ഈ 4 പേരുടെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ ഈ പൊതുദർശനത്തിനായി ഇവിടെ മദ്രസ ഹാളിൽ വയ്ക്കും. 3 പേരുടെ മൃതദേഹം ഇവിടെ എത്തിച്ചതിനാൽ അതിപ്പോൾ തന്നെ മദ്രസ ഹാളിലേക്ക് മാറ്റുകയാണ്. അല്പസമയത്തിനകം തന്നെ അഫ്സാൻ്റെയും മൃതദേഹം ഇവിടേക്കെത്തും. ഫർഹാനയുടെ മൃതദേഹം സംസ്കാരം നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. ഇവർ 4 പേർ ഒരു കുടുംബത്തിൽപ്പെട്ടവരായതുകൊണ്ടും മാത്രമല്ല, താഴെപ്പാങ്ങോട് ജുമാ മസ്ജിദ് പള്ളിയിലെ മഹലിലെ അംഗങ്ങളാണ് ഇവർ. അതുകൊണ്ടാണ് ഇവരുടെ 4 പേരുടെയും കുടുംബ വീട് ഇവിടെ പാങ്ങോടാണ്.